ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് എന്തായാലും സ്കൂളിലും ഞങ്ങളൊക്കെ എന്തായാലും പോകണം. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നേരത്തെ എന്തായാലും എണീറ്റത് ഗൈസ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ടിട്ട് നമ്മുടെ വീടിന് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഏതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്കിനൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഓക്കെ നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റിൽ എന്തായാലും നമ്മളെന്തായാലും അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ പട്ടിക്കൂട് ഞങ്ങൾക്ക് നല്ല വലുതായിട്ടാണ്. അപ്പോൾ അകത്തുള്ള റൂം പട്ടിക്കൂടാണ്. ഓക്കെ പിന്നെ ഫ്രണ്ട് ഇവിടെ ഫുള്ള് മരങ്ങളായിരുന്നു, അതെല്ലാം മാറ്റി. ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട് കേസ്. ഓക്കെ ഇവിടെ വേറെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുതിയ GTR ആണ്. ഓക്കെ ഒരു ഗോൾഡൻ കളർ GTR ആണ് ഇത്. പിന്നെ നമുക്ക് അന്ന് അവൻ്റെ കിട്ടിയ വണ്ടിയാണ്. ഓക്കെ നമ്മൾ റേസിന് ജയിച്ച് കിട്ടിയാണ്. പിന്നെ നമ്മുടെ താറ് നമ്മളെന്തായാലും അവിടെ എന്തായാലും പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഹയാബൂസയും പിന്നെ ഒരു നമ്മുടെ KTM RC ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KGF-ലുള്ള റോക്കി ബായുടെ ബൈക്കും ഉണ്ട് കേസ്. ഓക്കെ ഇതിൽ ഈ റോക്കി ബായുടെ ബൈക്കും പിന്നെ ഹയാബൂസ എൻ്റെയാണ്. മറ്റേ കറുത്ത കളറായിട്ടുള്ള ആ ഒരു KTM ഡ്യൂക്ക് അച്ഛൻ്റെ ആണ്. ഓക്കെ ആ പച്ച വണ്ടി അച്ഛൻ്റെ ആണ്. സൈക്കിള് നമ്മുടെ ആണ്. ഓക്കെ നമ്മുടെ സൈക്കിളിലെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മുടെ സൈക്കിളൊരു ബ്ലൂ കളറായിരുന്നു, നമ്മൾ നൈസായിട്ട് തന്നെ റെഡാക്കി. ബ്ലൂവിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഫുള്ള് പെയിൻ്റ് അടിച്ചെടുത്തത്. അതെല്ലാം സ്പോർട്സ് സൈക്കിൾ ചുമ്മാ എടുക്കണമെന്ന്. ഓക്കെ ഔട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ചുമ്മാ. ഓക്കെ ഇനി ഇത് നമ്മുടെ അച്ഛൻ്റെ പുതിയ ഫോർഡ് മസ്താങ് ആണ്, നമ്മളെല്ലിരിക്കണ പോലത്തെ അതേ സെയിം മോഡലാണ്. ഓക്കെ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള അച്ഛൻ്റെ GTR ഇവിടെ ബാക്കിലാണ്. വീടിൻ്റെ പുറകുവശമൊക്കെ കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ചെയ്ത് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീട് കാണാനായിട്ട്. അതെല്ലാം GTR കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. പിന്നെ അതാണ് നമ്മുടെ പുതിയ താറും കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ്റെതാണ്. ഓക്കെ നമുക്ക് ആ മസ്താങ്കും പിന്നെ അതൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്കെ നമുക്കെന്തായാലും നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു മസ്താങ്ക് എന്നാൽ ചുമ്മാ ഒന്ന് ഓടിച്ചെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ മസ്താങ്കും കാര്യങ്ങളൊക്കെ. ഒടുക്കത്തെ ലുക്കാണ്. ഓക്കെ ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ ഗോൾഡും കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും അല്ല കേസ്. ഇത് വെറും റാപ്പാണ്. ഞാൻ ആദ്യം കണ്ട വിചാരിച്ച് ഗോൾഡാണ്, പക്ഷേ ഇത് വെറും റാപ്പാണ്. ഓക്കെ നമ്മുടെ വീടിൻ്റെ മെയിനായിട്ടുള്ള വഴിയൊക്കെ ആണ് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ചില വണ്ടി നല്ല കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അതല്ല വേറൊരു വഴി നമ്മൾ സെറ്റാക്കുന്നതാണ്. ഓക്കെ നമുക്കെന്തായാലും ഇപ്പം എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി എന്തായാലും നമുക്കെന്തായാലും ഓടിക്കാം. ഓക്കെ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെയൊക്കെ എന്തായാലും പോയിട്ടൊക്കെ വരാം. ഓക്കെ നല്ല രസമാണ് വേണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോകണം. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഏകദേശം എന്തായാലും ആ ഒരു പോർഷനിലെത്തിയേ വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി, പക്ഷേ ആ സീനില്ല, വണ്ടി ആയതുകൊണ്ട് തട്ടില്ല. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ട് നേരെ എന്തായാലും കേസ് നമ്മുടെ ഏതാണ് വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. നല്ല രസമുണ്ട്. ഓക്കെ വണ്ടി ഇടിച്ച് നശിപ്പിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഡോർ ഇടിച്ചുകൊണ്ട് ഡോറ് ചെറുതായിട്ട് അടയുന്നില്ല കേസ്. ഓക്കെ കുഴപ്പമില്ല, പിന്നെ വല്ല ശരിയാക്കാം. അയ്യോ നമ്മളൊരാളറിയാതെ ഇടിച്ചിട്ട് സീനൊന്നുമില്ല. ഓക്കെ വണ്ടിയുടെ പക്ഷേ 2 ഡോറ് തുറന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോറിൻ്റെ ലോക്ക് പോയെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. വണ്ടിയുടെ ഡോറ് ചുമ്മാ കിടന്ന് അടിക്കുകയാണെങ്കിൽ കൊണ്ടിടിച്ച് കഴിഞ്ഞാൽ തീർന്നൊക്കെ വണ്ടി ഇടിക്കാതെ കൊണ്ടുപോകും. ഓക്കെ നമ്മളെന്തായാലും നേരെ എന്തായാലും വണ്ടിയുടെ ഡോറും കൊണ്ട് നമ്മളങ്ങനെ നേരെ എന്തായാലും അതുകൊണ്ട് പിടിക്കാതെ അകത്തേറ്റ്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും വീടിൻ്റെ അകത്ത് എന്തായാലും നൈസായിട്ട് എന്തായാലും കയറിയിട്ടുണ്ട്. യെസ് ഓക്കെ ഒരു മിനിറ്റേക്ക് ഐസ് എന്തായാലും. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണമെന്നൊന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ വെച്ചാൽ ഇവിടെ ഇടാനായിട്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും വണ്ടി ഒന്ന് എന്തായാലും ഫ്രണ്ടിലോട്ട് എടുത്ത് നമുക്ക് നേരെ എന്തായാലും വണ്ടിയുടെ ഡോറ് തട്ടി ചെറുതായിട്ട് ഫ്രണ്ട് എടുത്ത് നേരെ എന്തായാലും അങ്ങ് വളച്ചങ്ങ് എടുക്കുക. എന്താണ് വണ്ടി തട്ടണ നേരെ അങ്ങ് ഇവിടെ സൈഡിലോട്ട് കയറ്റിയിടാം. ഓക്കെ വണ്ടിയുടെ ഡോർ അടങ്ങില്ല. ഇനി വണ്ടിയുടെ ഡോറിൻ്റെ ലോക്ക് പോയെന്ന് തോന്നുന്നു. ഡോർ ഇടന്നിങ്ങനെ തുറക്കുകയാണ്.
സീനിലൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണേ. എന്തായാലും ഈ ഡോറും കൂടെ അങ്ങ് അടയ്ക്കാം. നമ്മളിതെങ്ങോട്ട് പോണ്? ദേ വീണ് എൻ്റെ അമ്മേ. നമ്മളിതാ എങ്ങോട്ടൊക്കെ കയറിപ്പോണ്. എൻ്റെ പൊന്നെ എന്തൊക്കെയാണല്ലേ. ഓക്കെ, നമുക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കോളേജിലോ ടൈമായൊക്കെ. നമ്മളാണെങ്കിൽ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ചുമ്മാ ചെക്ക് ചെയ്യാൻ പോയതൊക്കെ. ഞാൻ ആദ്യം വിചാരിച്ച് ഇത് കൊണ്ട് പോകാമെന്ന്, പക്ഷേ വേണ്ട ഗൈസ്. അയ്യോ, എന്ത് പറ്റി? വണ്ടി ഇങ്ങനെ ഇരിക്കണ? ഡോറെന്തോ തട്ടിയതൊക്കെ. ഡോർ അടങ്ങിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയല്ല. വണ്ടി ഓൾ സെറ്റാണ്. നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ താറാണ് എടുക്കണം. ഓക്കെ, അവർ യെസ് ഗൈസ്, നമ്മളിന്ന് താറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം താറിന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് സൈഡ് എടുക്കണം. താർ ഫുള്ള് റിപ്പയർ ചെയ്ത് വെച്ചേക്കണം, നമുക്ക് ഇടിക്കാതെ കൊണ്ടുപോകാം. മറ്റേ മസ്താങ് എന്തായാലും അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം പോണതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും ഒരു കട വരെ എന്തായാലും പോകണം കേസൊക്കെ. നമുക്കാണെങ്കിൽ ഏതാണ് കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങാനായിട്ടുണ്ട് നമ്മുടെ സ്കൂളത്തേക്ക് വേണ്ടിയിട്ടൊക്കെ. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കാണെങ്കിൽ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് വരാം കേസ്. ഭയങ്കര ദാഹമാണ്. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് എണീറ്റപ്പോഴെന്തായാലും കുടിക്കാനായിട്ടൊന്നും കുടിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരെ എന്തായാലും ഒരു കട്ടൻ ചായയുടെ കടയിൽ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാം കേസ്. ഭയങ്കര വിശപ്പും കൂടെയാണ്. കൂടെ എന്തെങ്കിലും കഴിക്കുകയും കൂടെ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനാണ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം വാങ്ങിച്ച് നേരെ കേസ് നമുക്ക് എന്തായാലും നമ്മുടെ കോളേജിലോട്ടോ. ഓക്കെ, ഞാൻ പോണ സ്ഥലം ഇച്ചിരി വലിയൊരു ഏരിയ ആണ്. ഓക്കെ, താമസിച്ചാലും കുഴപ്പമില്ല വെച്ചാൽ പിന്നെ സ്പീഡ് വരാമല്ലോ. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ നമ്മളതിൽ. ഓക്കെ, എന്തായാലും ആ ഒരു കടയും കാര്യങ്ങളൊക്കെ എന്തായാലും മുകളിലോട്ടാണ്. നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതാണ്. ഓക്കെ, സ്കൂൾ ഇതല്ല, സ്കൂൾ എൻ്റെ മണ്ടൊക്കെയാണ്. അത് പാർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും മുകളിലെന്തായാലും അയ്യോ ഇതെന്താണ് സീൻ ഗൈസ്? എൻ്റെ മോനെ, അയ്യോ എൻ്റെ മോനെ, എൻ്റെ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ, എൻ്റെ മോനെ, എൻ്റെ മോനെ, എൻ്റെ അമ്പോ, അയ്യോ എൻ്റെ അമ്പോ, എൻ്റെ അമ്പോ, ഇതെന്താണ് പറ്റി ഗൈസ്? എനിക്കറിയൂടെ. വണ്ടി എങ്ങോട്ടൊക്കെ പോവാണ്. എൻ്റെ അമ്പോ, എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്പോ, ഗൈസ് അടിപൊളിഞ്ഞ്. എൻ്റെ അമ്പോ, ഇത് ഗൈസ് ആരോ വെച്ചൊരു ട്രാപ്പായിരുന്നു. നമ്മളാണ് ഇതിലൊന്ന് ചാടേ ചെയ്ത് നമ്മുടെ വണ്ടിയാണെങ്കിൽ ആക്സിഡൻ്റ് ആയി. എനിക്കെൻ്റെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വണ്ടി തന്നെത്താനെ കറങ്ങിയൊക്കെ ഒന്ന് ഇടിച്ച്. നമുക്കാണ് ഒട്ടും നടക്കാൻ വയ്യായിട്ട്. നമ്മളാകെ ഡള്ളായിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഇടിച്ചേക്കാണ്. ഓക്കെ, ഇത് ആരാണെന്തോ എനിക്ക് ഒരു പിടിയില്ല. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട്. ഇത് ഏതോ വേറൊരുത്തനാണ്. എൻ്റെ ഓൻ പോകുന്നു. ചുമ്മാ ഒരു ചവിട്ട് കൊടുത്താണ്. അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡോറുള്ള വീട്ടുണ്ട്. ഓക്കെ, ഏവനാണെന്തോ നമ്മുടെ വണ്ടി പൊളിയുകയും ചെയ്ത്. എനിക്കതിന് ഒട്ടും നടക്കാൻ വയ്യ കൈസ്. എനിക്കറിയാം ഹോസ്പിറ്റലാവുന്നതാണ്. കാലിലിട്ട് നല്ല ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മറിഞ്ഞടിച്ചിരുന്നില്ലേ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ഈ ഒരു സ്കൂൾ എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടുകളൊക്കെ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അടുത്തൊരു കിടന്ന വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ, ടേക്ക് കെയർ.